നമ്മുടെ മുടിയെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മുടി ഒരുപാട് കൊഴിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഡെയിലി മുടി കഴുകാൻ പാടില്ല എന്ന്. പിന്നെ കാര്യം നമ്മൾ ഹീറ്റർ ഓൺ ആക്കും, അങ്ങനെ ഷവറിൻ്റെ അടിയിൽ നിൽക്കും. സ്പെഷ്യലി ബോയ്സ് ഒക്കെ ആണെങ്കിൽ തലമുടിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം വേണം തലയിലോട്ട് തേച്ച് പിടിപ്പിച്ച് തല കഴുകാൻ. അതുപോലെ നമ്മൾ ഷാമ്പു ഇട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കൊമ്പിൽ തന്നെ വുഡൻ ആയിട്ടുള്ളത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനത്തെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് സ്കാൽപ്പിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഇംപ്രൂവ് ആവും. നമ്മൾ നമ്മുടെ ഹെയറിനെ ടേക്ക് കെയർ ചെയ്താൽ. സോ ട്രൈ ടു ഡു ദിസ്. വെൽക്കം ടു മൈ ഹാപ്പി വേൾഡ്. സോ ഗൈസ്, ദിസ് ഈസ് അവർ സെക്കൻഡ് വീഡിയോ ഓൺ ബേസിക്സ് ഓഫ് ഹെയർ കെയർ. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയത് കണ്ടിട്ട് വാട്ടോ. ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So guys, please like, share and subscribe. Don't forget to press the bell icon. So guys, let's go and get some tea. Our first tip is to use a white tooth comb to brush our hair. അതായത് നമ്മൾ എപ്പോഴും മുടി ചീകുമ്പോൾ ഇതുപോലെ ഒരു പല്ലകുന്ന ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി ചീകുമ്പോഴത്തേനും നമ്മുടെ മുടി ചീകാൻ എളുപ്പമാണ്, ചെടയെടുക്കാൻ എളുപ്പമാണ്. അത് മാത്രമല്ലാണ്ട് മുടി പൊട്ടിപ്പോകത്തില്ല. ഇതേ സമയം ഞാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഒരു കോമ്പാണ്. ഇതേ സമയം നിങ്ങൾ ഇതേ കോമ്പിൽ തന്നെ വുഡൻ ആയിട്ടുള്ളത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനത്തെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ്. നമ്മുടെ ഹെയറിനൊരു മസാജ് കൈൻഡ് ഓഫ് ഫീൽ ഇത്തിരി കൂടി കൂടുതൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഓയിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ആവും ഈക്വലി എല്ലായിടത്തോട്ടും. അതിനൊക്കെ വുഡൻ കൊമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതായിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ പല്ലകന്ന ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ പല്ലകന്ന ചീപ്പ് ഉപയോഗിച്ചല്ല ചെയ്യുന്നതെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യുക. ഡീടാങ്കിൾ ചെയ്യാൻ ഇത് തന്നെ യൂസ് ചെയ്യുക. ഇനി ചിലർ വിചാരിക്കും നമ്മളിങ്ങനെ ഇത് വെച്ച് കോമ്പ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ പാട് വീഴും, ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കാണും, അത് ഇഷ്ടമില്ലാത്തവരൊക്കെ കാണും. അങ്ങനെയുള്ളവർ ആദ്യം ഇത് വെച്ച് ചെയ്യുകയൊന്ന് ശ്രദ്ധിച്ച് ചെടയൊക്കെ എടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ കോമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ബ്രഷ് യുവർ ഹെയർ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. ഇത് കേൾക്കുമ്പോഴത്തേനും എല്ലാവർക്കും നമ്മൾ ഡെയിലി മുടി ചെയ്യുന്നവരാണല്ലോ, പിന്നെ എന്തിനാ ഇത് എടുത്ത് പറയുന്നതെന്ന്. ഓഫ് കോഴ്സ് നമ്മൾ ഡെയിലി മുടി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ലീവുള്ള ദിവസമോ അല്ലെങ്കിൽ പുറത്തൊന്നും പോകാത്ത ദിവസമോ അങ്ങനെയൊക്കെ വരുന്ന ദിവസം ചിലപ്പോൾ നമ്മൾ മുടി ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ തലേന്ന് മുടി പിന്നിടും, എന്നിട്ട് പിറ്റേന്ന് പ്രത്യേകിച്ച് പുറത്തു പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലീവാണ്, ഒന്നും ഒരു വീട്ടിൽ തന്നെ ഐഡിയലായിട്ട് ഇരിക്കുന്ന ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ എന്തിനാ മുടി കെട്ടി, ഓൾറെഡി കെട്ടി വെച്ചേക്കുവാണല്ലോ, എന്തിനാ മുടി ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഒരു ദിവസം മുടി ചീകാൻ നോക്കണം. അതായത് എണ്ണീക്കുമ്പോൾ നമ്മൾ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയായിട്ട് കെട്ടി വെക്കുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ മുടി ചീകി ഒന്ന് കെട്ടി വെക്കുക. ഇത് മുടിക്ക് അത്യാവശ്യമാണ്. അതുപോലെ ഓവറായിട്ട് നമ്മുടെ മുടി കോമ്പ് ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല എന്നും പറഞ്ഞ് ഒട്ടും കോമ്പ് ചെയ്യാതെ ഇരിക്കരുത്, ഓവറായിട്ടും കോമ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും മുടി ഒന്ന് കോമ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ട്രൈ ടു മസാജ് യുവർ ഹെയർ വൈൽ കോമ്പിങ്. അതായത് ഫുള്ളി ഇങ്ങനെ മസാജ് ചെയ്ത് ടൈം ഒത്തിരി ആവും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് തല ചീവണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ അങ്ങനെ തല ചീകുമ്പോഴത്തേനും നമ്മൾ കോമ്പ് എടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ സ്കാൽപ്പിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് ചീകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് സ്കാൽപ്പിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനൊക്കെ ഒരു മസാജ് കിട്ടിയ പോലെ, അതായത് നമ്മുടെ സ്കാൽപ്പിന് ഒരു മസാജ് കിട്ടിയതുപോലെ ഇരിക്കും. ഇത് ഒത്തിരി നേരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓഫ് കോഴ്സ് ജോലിയൊക്കെ ഉള്ളതാണല്ലോ. നമുക്ക് ലീവ് ഡേ ആണെങ്കിൽ ഇച്ചിരി ഏറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മൾ മുടി ഡീറ്റാങ്കിൾ ആദ്യം ചെയ്യണം. ഡീറ്റാങ്കിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അത് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഡീടാങ്കിൾ ചെയ്ത് ചെടയൊക്കെ എടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് എങ്കിലും മുടി മൊത്തത്തിലൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടിപ്പ് ഈസ് ടു നോട്ട് വാഷ് യുവർ ഹെയർ റെഗുലർലി. അതായത് ഇതിനോട് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഡെയിലി മുടി കഴുകുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ മുടി അത് അഫക്റ്റ് ആയിട്ടേ ഉണ്ടായിരുന്നില്ല, നല്ല ഹെൽത്തി ആയിരുന്നു. പക്ഷേ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പഠിക്കാൻ പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ രാജ്യത്തോട്ട് മാറി താമസിക്കുമ്പോഴാകട്ടെ നമ്മുടെ വെള്ളം മാറും, ക്ലൈമറ്റ് മാറും. ഇങ്ങനെയൊക്കെ മാറുമ്പോഴത്തേനും നമ്മുടെ മുടിയെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മുടി ഒരുപാട് കൊഴിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഡെയിലി മുടി കഴുകാൻ പാടില്ല എന്ന്. ആൻഡ് ഓൾസോ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും ഡെയിലി മുടി കഴുകുന്ന അത്ര പ്രിഫർ ചെയ്യുന്നവരല്ല. ഡെയിലി മുടി കഴുകേണ്ട ആവശ്യമില്ല, നാച്ചുറൽ ഓയിൽസ് ഒക്കെ അത് എന്താ പറയുന്നത് റിമൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഡെയിലി മുടി കഴുകാതിരിക്കുക. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയിൽ കഴുകി നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അവോയ്ഡ് വാഷിംഗ് യുവർ ഹെയർ ഇൻ ഹോട്ട് വാട്ടർ. അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ തലമുടി കഴുകാതിരിക്കുക.
നമ്മളിപ്പോൾ പല രാജ്യങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും, ചിലയിടത്ത് ഒരുപാട് തണുപ്പായിരിക്കും, അവിടെയൊക്കെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇളം ചൂടുവെള്ളത്തിൽ തലമുടി കഴുകാൻ ട്രൈ ചെയ്യുക. നമ്മൾ ഡയറക്റ്റ്ലി ഹോട്ട് വാട്ടർ തലയിലോട്ട് ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ സ്കാൽപ്പിന് അത് ഒട്ടും നല്ലതല്ല ഗൈസ്. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ഔട്ട് ആകും, നാച്ചുറൽ ഓയിൽസ് റെഡ്യൂസ് ചെയ്യും, അത് നമ്മുടെ മുടിക്കും നല്ലതല്ല. ഞാൻ ഒരുപാട് നോട്ട് ചെയ്തേക്കുന്ന കാര്യം, നമ്മൾ ഹീറ്റർ ഓൺ ആക്കും, അങ്ങനെ ഷവറിൻ്റെ അടിയിൽ പോയി നിൽക്കും. സ്പെഷ്യലി ബോയ്സ് ഒക്കെ ആണെങ്കിൽ തലമുടിയിലോട്ട് ഡയറക്റ്റ് അല്ലെ തലയിലോട്ട് ഡയറക്റ്റ് ചൂടുവെള്ളം വീണ് അങ്ങനെയാണ് കഴുകുന്നത്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക, മാറ്റി തണുത്ത വെള്ളത്തിൽ തലമുടി കഴുകി നോക്കുക. അത് നമ്മുടെ മുടിക്ക് ഭയങ്കര അധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ടിപ്പ് ഈസ് ടു ഓൾവേസ് ഡൈല്യൂട്ട് ഷാംപൂ ബിഫോർ യൂസിങ്. ഈ ടിപ്പ് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എപ്പോഴും തലയിൽ ഷാംപൂ ഇട്ട് കഴുകുന്നതിന് മുന്നേ ഷാംപൂവിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ ഒരു സംഭവം വേണം തലയിലോട്ട് തേച്ച് പിടിപ്പിച്ച് തല കഴുകാൻ. അതുപോലെ നമ്മൾ ഷാംപൂ ഇട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷാംപൂ നമുക്ക് മുടിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ തലയിൽ, നമ്മുടെ സ്കാൽപ്പ് തലയോട്ടിയിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കാരണം തലയോട്ടിയിലായിരിക്കും കൂടുതൽ അഴുക്കിരിക്കുന്നത് അല്ലെങ്കിൽ വേർപ്പിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ തലയോട്ടിയിൽ വേണം ഷാംപൂ ഇട്ട് ഇങ്ങനെ കഴുകിക്കളയാൻ, അല്ലാണ്ട് നമ്മൾ മുടിയിലോട്ട് ഇടേണ്ട കാര്യമില്ല. സോ ഓൾവേസ് ഡൈല്യൂട്ട് യുവർ ഷാംപൂ ഗൈസ്. ഷാംപൂ എടുത്തിട്ട് ഡയറക്റ്റ് കുപ്പിന്നോ അല്ലെങ്കിൽ ആ പാക്കറ്റ് ഷാംപൂ ആണെങ്കിൽ അതൊഴിച്ച് അങ്ങനെ ഡയറക്റ്റ് തലമുടി കഴുകുന്നവരാണെങ്കിൽ അങ്ങനെ കഴുകാതിരിക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം തലമുടിയിലോട്ട് ഇടുക. നെക്സ്റ്റ് ടിപ്പ് ഈസ് ടു യൂസ് എ കണ്ടീഷണർ ആഫ്റ്റർ വാഷിംഗ് യുവർ ഹെയർ വിത്ത് ഷാംപൂ. അതായത് ഷാംപൂ ഇട്ട് തലമുടി കഴുകിയതിന് ശേഷം ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇതറിയാമെങ്കിലും മിക്കവരും അത് ഫോളോ ചെയ്യില്ല. എന്തിനാണ് കണ്ടീഷണർ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കും. നമ്മൾ ഷാംപൂ ഇട്ട് തല കഴുകിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പ് ഒരു ഇത്തിരി ഡ്രൈ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്, അതുപോലെ മുടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് കൂടുതലും. അപ്പം നമ്മുടെ മുടിയിലോട്ട് ബാക്ക് ആ മോയ്സ്ചറൈസർ കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തലയോട്ടിയിലല്ല കണ്ടീഷണർ തേച്ച് പിടിപ്പിക്കേണ്ടത്, നമ്മുടെ മുടിയിഴകളിലോട്ടാണ് കണ്ടീഷണർ തേച്ച് പിടിപ്പിക്കേണ്ടത്, അതായത് ഈ ലെങ്ത്തിലോട്ട്. ഞാൻ ഷാംപൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഷാംപൂ മസ്റ്റ് ബി അപ്ലൈ ടു ദ സ്കാൽപ്പ് ആൻഡ് ഹെയറിലോട്ട് ഇടേണ്ട കാര്യമില്ല. അതേസമയം കണ്ടീഷണറിൻ്റെ നേരെ തിരിച്ചാണ്. കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത ബിൽഡപ്സ് ഉണ്ടാവും. സോ നിങ്ങളുടെ ഹെയർ ലെങ്ത്തിൽ മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വിട്ടിട്ട് നിങ്ങൾ കണ്ടീഷണർ കഴുകിയും കളയണം. ലിവിൻ കണ്ടീഷണേഴ്സും ഉണ്ട്. ലിവിൻ കണ്ടീഷണർ ആണെങ്കിൽ ഇങ്ങനെയല്ല, ബട്ട് സാധാരണ ഷാംപൂ ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ കഴുകിക്കളയണം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ബി ജെന്റിൽ വൈൽ ഡ്രൈയിങ് യുവർ ഹെയർ. അതായത് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ടായിരിക്കുമല്ലോ മുടി ഉണക്കുന്നത്. ആ ടവൽ വെച്ചിട്ട് വലിച്ചു മുറുക്കി കെട്ടി വെക്കാതിരിക്കുക. അങ്ങനെ വലിച്ചു മുറുക്കി കെട്ടി വെച്ചിട്ട് പിന്നെ വേറെ ഒരു ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടവൽ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് മുടി അടിക്കും പെട്ടെന്ന് ഉണങ്ങാനാന്ന് പറഞ്ഞിട്ട്. ഞാനിത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുടി കൂടുതൽ പൊട്ടിപ്പോത്തുള്ളൂ. അതേസമയം നമ്മൾ ടവൽ എടുത്തിട്ട് ബയ്യെ ഇങ്ങനെ പാഡ് ഡ്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒപ്പി എടുക്കുക. അതുപോലെ എന്താ പറയുന്നത്, മൈക്രോഫൈബർ ടവൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹെയറിന്. ഇനി അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കോട്ടൺ ടീഷർട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ഉണക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഡു നോട്ട് കോംബ് യുവർ വെറ്റ് ഹെയർ. അതായത് നനഞ്ഞിരിക്കുന്ന മുടി ചീകാതിരിക്കുക. നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം നനഞ്ഞിരിക്കുമ്പോൾ ഇതൊരു ഇലാസ്റ്റിക് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കുമല്ലോ, ഇങ്ങനെ സ്ട്രെച്ച് ആവാനും പൊട്ടിപ്പോകാനും ഉള്ള സാധ്യത ഭയങ്കര അധികം കൂടുതലാണ്. അപ്പം ഉള്ള മുടി എന്തിനാണ് പൊട്ടിച്ച് കളയുന്നത്? അതുകൊണ്ട് നനഞ്ഞ മുടി നിങ്ങൾ ചെയ്യാതിരിക്കുക. ഉണങ്ങിയതിന് ശേഷം ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ ഭയങ്കരമായിട്ട് വെറ്റായിട്ടിരിക്കുന്ന ഹെയറും നിങ്ങൾ കോതല് നമ്മൾ ആ ടവലൊക്കെ വെച്ചിട്ടൊന്ന് പാഡ് ഡ്രൈ ചെയ്ത് അത്യാവശ്യം വെള്ളം പോയതിന് ശേഷം നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കോതി ചെടിയെടുക്കാം. അതുപോലെ മുടി കഴുകിയിട്ട് ഇറങ്ങിയതിന് ശേഷം ഡീറ്റാങ്കിൾ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈഡ് ടൂത്ത് ആയിട്ടുള്ള കോമ്പ് ഉപയോഗിച്ചിട്ട് മാത്രം മുടി ചീകി ചെടിയെടുക്കുക. ചെടിയെടുക്കേണ്ട രീതിയൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ആ രീതിയിൽ ഫോളോ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി ഒരുപാട് കൊഴിഞ്ഞു പോവില്ല. നമ്മുടെ അടുത്ത ടിപ്പും ഇതിന് മുന്നത്തെ ടിപ്പായിട്ട് ഏതാണ്ട് റിലേറ്റഡ് ആണ്. ഡു നോട്ട് ടൈ യുവർ വെറ്റ് ഹെയർ. അതായത് നനഞ്ഞ മുടി എങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കെട്ടി വെക്കാതിരിക്കുക. കാരണം കെട്ടി വെക്കുമ്പോഴത്തേനും ഇതുപോലെ തന്നെ പൊട്ടിപ്പോകാനും ഒക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ചിലപ്പോൾ സ്മെല്ലൊക്കെ വരും. അങ്ങനെ നമ്മുടെ മുടി നനഞ്ഞത് കെട്ടി വെക്കുന്ന പിന്നെ ചിലർക്കൊക്കെ പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കുകയും ചെയ്യും. അത് നാച്ചുറലായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ടവൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടി വെക്കുക. അല്ലാണ്ട് നനഞ്ഞ മുടി കെട്ടി വെക്കുന്നത് അത്ര മുടിക്ക് നല്ലതല്ല. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, യൂസ് സാറ്റിൻ ഓർ സിൽക്ക് പില്ലോ കേസ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കോട്ടൺ പില്ലോ കവറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ കാരണം മുടി രാത്രി കിടക്കുമ്പോഴത്തേനും പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷെ നമ്മൾ അതേസമയം സാറ്റിനോ സിൽക്കോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഇച്ചിരി കൂടി എന്താ പറയുന്നത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി അത്രയും പൊട്ടിപ്പോയില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ ടിപ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക.
These were the very basic and general tips that I wanted to share with you. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഓഫ് ബേസിക്സ് ഓഫ് ഹെയർ കെയർ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഞാൻ കുറേ ടിപ്സ് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ജനറൽ ടിപ്സ് ആയതുകൊണ്ടും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി നമ്മുടെ വീഡിയോസിൽ കൂടുതലും വരാൻ പോകുന്നത് നമ്മുടെ ഹെയർ റിലേറ്റഡ് ഹെയർ മാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻഡ്രഫ് റിലേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ ഓയിലിംഗ് ടിപ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ യു മസ്റ്റ് ഫോളോ ദീസ് ബേസിക്സ്. സോ ട്രൈ ടു വാച്ച് ദ ഓൾഡ് വീഡിയോ ആൻഡ് follow these tips in your hair care routine. ആൻഡ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇതുവരെ ഹെയർ കെയർ റൂട്ടീൻ ഇല്ലാത്തവരാണെങ്കിലും ഈ ബേസിക് ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എന്തൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഫോളോ ചെയ്യുക ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് മുടിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടെക്സ്ചറൊക്കെ സ്മൂത്തായിട്ടും നല്ലൊരു ഹെൽത്തി രീതിയിൽ നമ്മുടെ ഓവറോൾ ഹെയർ ഗ്രോത്ത് ആണെങ്കിലും എല്ലാം ഇമ്പ്രൂവ് ആവും നമ്മൾ നമ്മുടെ ഹെയറിനെ ടേക്ക് കെയർ ചെയ്താൽ. സോ ട്രൈ ടു ഡു ദിസ് ഗൈസ്. I hope you guys enjoyed my video and find it useful. If you loved my video, please do like, share and subscribe to my channel, and please do give a comment guys. Bye. Thank you for watching Bella's Happy World. It is me, Bella, signing off.